ഈ ആഴ്ച ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഒന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ ഇവിടെ നാഷണൽ ഹോളിഡേയുടെ 4 ദിവസത്തെ അവധി കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ദിവസം ഷോപ്പിംഗ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് അഡിഡാസിൻ്റെ ഷോറൂമിലേക്കാണ് ഒരു ഷൂ വാങ്ങാനായിട്ട് നാട്ടിലേക്ക്. ഇവിടെ പിന്നെ കുറേ ഷൂവിൻ്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആണ് ഏത് വാങ്ങും എന്നുള്ളത്. കുറേ നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ ഒരു ബ്ലൂ ഷൂ ഞങ്ങൾ സെലക്ട് ചെയ്തു കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുടെ കാല് ഭയങ്കര വലിയ കാലായതുകൊണ്ട് കുറച്ച് വിളിച്ച് ചോദിച്ച് അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ നേരെ മുകളിൽ പോയി ഫുഡ് കോർട്ടിലേക്ക് ഇന്ന് ലാല മോമോസിൽ നിന്ന് ആദ്യം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. എനിക്ക് ഈ ചൈനീസ് റെസിപ്പീസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, മോനും ഇഷ്ടമാണ്. ഷീച്ചാൻ ഈ ചൈനീസ് റെസിപ്പീസ് ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ഓർഡർ ചെയ്തു. ഷീച്ചാൻ പിന്നെ എപ്പോഴും നോർത്ത് ഇന്ത്യൻ റെസിപ്പീസാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ചോലെ ഭട്ടൂരയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ പിന്നെ മോമോസൊക്കെ ഓർഡർ ചെയ്തു, നൂഡിൽസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പിന്നെ ഷീച്ചാൻ പോയിട്ട് ചിക്കൻ ടിക്കയും കൂടെ വാങ്ങിയിട്ട് വന്നു. പക്ഷേ ഇതൊരു കാശിനും കൊള്ളുമില്ലായിരുന്നു. എന്തൊക്കെയോ ക്ലോറിൻ്റെ ചൊവയോ എന്തൊക്കെയായിട്ട് വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഷാർജ ക്ലാസിക്കൽ കാർ മ്യൂസിയത്തിലേക്കാണ്. പിന്നെ എൻ്റെ മോനെ പോലും എൻ്റെ ഹസ്ബൻഡിൻ്റെ പോലും ഒക്കെ കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിയമാണ്. എനിക്കിതൊന്നും അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ വലിയ എൻജോയ് ഒന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഉണക്ക സ്രാവ് നാട്ടിലേക്ക് ഞാൻ എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകാറുണ്ട്. അത് വാങ്ങാനായിട്ട് ഞാൻ ദേറ ഫിഷ് മാർക്കറ്റിലേക്കാണ് പോയത്. എല്ലാ പ്രാവശ്യവും പച്ചമീനും കൊണ്ടുപോകാറുണ്ട്, പ്രോൺസ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പച്ചമീനൊന്നും കൊണ്ടുപോകണില്ല, ഉണക്കമീൻ മാത്രമേ വാങ്ങിക്കണുള്ളൂ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് 1 കിലോ ഇല്ലയെന്ന് അവർ പറഞ്ഞു. 1 കിലോയ്ക്ക് ഏതോ 100 ഗ്രാം 200 ഗ്രാം ഒക്കെ കുറവുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു പാക്കറ്റിന് ഇവിടുത്തെ 20 ദർഹമാണ്. പിന്നെ നല്ലതാണ്, നല്ല പീസാണ്. നമുക്ക് അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. തൊലിയെല്ലാം കളഞ്ഞ് കിട്ടിയതാണ്. നാട്ടിലെ സ്രാവിന് എന്താ വിലയെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ എല്ലാ പ്രാവശ്യം ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളത് കൊണ്ട് കൊണ്ടുപോയതേ ഉള്ളൂ. പിന്നെ ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്.